ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ലൈഫ് സ്കില്ലാണ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ്, അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ്, ബാരിയേഴ്സ്, മെത്തഡ്സ് ഒക്കെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ്? ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് ഡിസിഷൻ എടുക്കണം എന്നൊരു സിറ്റുവേഷൻ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നൊരു ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിനാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതൊരു ഹയർ ഓർഡർ കോഗ്നിറ്റീവ് എബിലിറ്റി ആണ്. നമ്മുടെ പെർസെപ്ഷൻ, മെമ്മറി, അറ്റൻഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പിനാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. സോ കോഗ്നിറ്റീവ് സൈക്കോളജിയില് ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്സ് ആണ് ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് അറ്റൻഷൻ. അതായത് ഒരു ഡിസിഷൻ എടുക്കണം എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ജോബ് ഓഫേഴ്സ് അതിൽ വന്ന് കിടക്കുന്നത് നമ്മൾ കാണും. സോ നമ്മൾ ആ 2 ജോബിന്റെയും ലൊക്കേഷനും സാലറിയും നമ്മൾ നോട്ടീസ് ചെയ്യും, അറ്റൻഡ് ചെയ്യും. അതാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് പെർസെപ്ഷൻ. നമ്മൾ ആ ഒരു ജോബ് ഓഫേഴ്സിനെ പറ്റി കുറെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കും. അതായത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ജോബ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ അടുത്തായിട്ടുള്ളൊരു ജോബാണ്, ബട്ട് അതിന്റെ സാലറി വളരെ കുറവായിരിക്കും. അടുത്ത ജോബ് എന്ന് പറയുന്നത് വീടിൽ നിന്ന് അത്യാവശ്യം ട്രാവൽ ചെയ്ത് പോകേണ്ട ഒരു ജോബാണ്, ബട്ട് ഇറ്റ് പേസ് എ ലോട്ട് മോർ എന്ന് നമുക്ക് മനസ്സിലാക്കും. അതാണ് നമ്മൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, പെർസീവ് ചെയ്യും. തേർഡ് സ്റ്റെപ്പാണ് മെമ്മറി. അതായത് നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസസിലൊക്കെ നിന്ന് എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു മെമ്മറിയിൽ നിന്ന് കറന്റ് സിറ്റുവേഷനിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും കാണുമോ എന്ന് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കും. കറന്റ് സിറ്റുവേഷനും പാസ്റ്റും തമ്മിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ കാണുമോ എന്ന് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കും. അതിനാണ് മെമ്മറി എന്ന് പറയുന്നത്. അടുത്തതാണ് റീസണിങ് അല്ലെങ്കിൽ തിങ്കിങ് അബൌട്ട് ചോയ്സസ്. അതായത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. പല പല ഓപ്ഷൻസ് നമ്മൾ അന്വേഷിക്കും. ഈ ഒരു ഡിസിഷൻ എടുക്കാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് കാണുമെന്ന് നമ്മൾ അന്വേഷിച്ച് പല പല ഓപ്ഷൻസ് റീസണിങ് ചെയ്യും. ഫൈനൽ സ്റ്റെപ്പാണ് ചോയ്സ്. അതായത് അതിൽ നിന്നൊരു ബെസ്റ്റ് ഡിസിഷൻ നമ്മൾ സെലക്ട് ചെയ്യും, അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇതാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു തിയറിയാണ് ഡ്യുവൽ പ്രോസസ് തിയറി. ഡാനിയൽ കാൻഹമാൻ ആണ് ഈ തിയറി കൊണ്ടുവന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി നമുക്ക് 2 സിസ്റ്റംസ് ഉണ്ടെന്നാണ് പറയുന്നത് വൈൽ മേക്കിംഗ് ഡിസിഷൻസ്. ഫസ്റ്റ് സിസ്റ്റം ആണ് സിസ്റ്റം 1. സിസ്റ്റം 1 എന്ന് പറയുന്നത് ഫാസ്റ്റ് തിങ്കിങ് ആണ്. അതായത് അത് ഓട്ടോമാറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ അധികം എഫേർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ വളരെ ചെറിയ എഫേർട്ട് കൊണ്ട് മാത്രം ഇടുന്ന ഒരു തിങ്കിങ് ആണ് സിസ്റ്റം 1 എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഇൻറ്റ്യൂഷൻ, ഇമോഷൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് യൂസിങ് സിസ്റ്റം 1 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് 2+2 എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഇമ്പൾസീവ്ലി 4 എന്ന് പറയും. ഇത് നമ്മൾ നമ്മുടെ സിസ്റ്റം 1 യൂസ് ചെയ്തിട്ട് പറയുന്നത് ആൻസർ ആയത് കാരണമാണ് അങ്ങനെ പറയുന്നത്. അടുത്തത് നമുക്ക് പരിചയമുള്ള ഒരാളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇമോഷന്റെ ബേസിസിൽ ക്വിക്ക് ആയിട്ട് ഒരു പെർച്ചേസ് നടത്തുക. ഇതൊക്കെ സിസ്റ്റം 1 വരുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് സിസ്റ്റം 2. അതായത് സ്ലോ തിങ്കിങ്ങിനെയാണ് നമ്മൾ സിസ്റ്റം 2 എന്ന് പറയുന്നത്. സിസ്റ്റം 2 വളരെ സ്ലോ ആയിട്ടായിരിക്കും. അതായത് നമ്മൾ ഫുൾ അറ്റൻഷൻ കൊടുത്ത് എഫേർട്ട്, ലോജിക് അല്ലെങ്കിൽ കെയർഫുൾ തിങ്കിങ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഡെസിഷൻ ആയിരിക്കും സിസ്റ്റം 2 വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പരിചയമില്ലാത്തൊരു റോഡിൽ കൂടി ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ സിസ്റ്റം 2 ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാത്ത് ഇക്വേഷൻ സോൾവ് ചെയ്യുക, ഇതൊക്കെ സിസ്റ്റം 2 വരുന്നതാണ്. സോ അതാണ് ഡാനിയൽ കാൻഹമാന്റെ ഡ്യുവൽ പ്രോസസ് തിയറി എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ കമ്പയർ ചെയ്തിട്ട് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നമ്മളുടെ കയ്യിലുള്ളത് കാരണം അതിന്റെ ഓരോ ഔട്ട്കംസും നമ്മൾ ഓരോ ഓൾട്ടർനേറ്റീവ്സിന്റെ ഔട്ട്കംസും കണ്ടുപിടിച്ച് എവിഡൻസ് വേ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് നമ്മുടെ സെൽഫ് ട്രസ്റ്റ് സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനും ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ കൺഫ്യൂഷൻസ് ഒക്കെ കുറച്ച് ഒരു ക്ലിയർ ഡയറക്ഷൻ നമുക്ക് തരും. പ്രോബ്ലം സോൾവിങ്, ലോജിക്കൽ തിങ്കിങ് സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ഡിസിഷൻസിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കാനും നമ്മുടെ പ്ലാനിങ്ങിനും ഗോൾ സെറ്റിംഗ്സിനും ഒക്കെ ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്പ് ചെയ്യും.
അടുത്തതാണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഐഡന്റിഫൈ ദ ഡിസിഷൻ. അതായത് ഒരു ഡിസിഷൻ എടുക്കണം എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളൊരു റെക്കഗ്നൈസേഷൻ നമുക്ക് കിട്ടുന്നതാണ് ഐഡന്റിഫൈ ദ ഡിസിഷൻ. സെക്കൻഡ് വൺ ആണ് ഗ്യാദർ ഇൻഫർമേഷൻ. അതായത് ആ ഒരു ഡിസിഷൻ സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ എടുക്കണം, മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം, അങ്ങനത്തെ റിസോഴ്സസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്യുന്നതാണ് ഗ്യാദറിംഗ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ്സ്. അതായത് നമ്മളിപ്പം എടുത്തു വെച്ച ഇൻഫർമേഷൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഔട്ട്കം കിട്ടുമോ അല്ലെങ്കിൽ ഒരു നല്ല ഡിസിഷൻ ആയിരിക്കുമോ എന്ന് ചൂസ് ചെയ്യുന്നതാണ് ഐഡന്റിഫൈങ് ദ ഓൾട്ടർനേറ്റീവ്സ്. നാലാമത്താണ് വെയിങ് ദ എവിഡൻസ്. അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സിന്റെ ഒക്കെ ഔട്ട്കംസ് എന്തൊക്കെ ആയിരിക്കും. അതായത് നമ്മളിപ്പോ എടുത്തു വെച്ചേക്കുന്ന റിസോഴ്സസ് ഓരോന്നും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഔട്ട്കം ആയിരിക്കും കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് വെയിങ് ദ എവിഡൻസ്. അടുത്തതാണ് ചൂസ് എമംഗ് ഓൾട്ടർനേറ്റീവ്സ്. അതായത് ഇതിൽ നിന്ന് നമ്മൾ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ടേക്കിംഗ് ആക്ഷൻ. അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനൽ വൺ ആണ് റിവ്യൂയിങ് യുവർ ഡിസിഷൻ. അതായത് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ആ ഒരു ഡിസിഷൻ എടുത്തത് ശരിയായിരുന്നോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയോ, ഔട്ട്കം നല്ലതാണോ കിട്ടിയത് എന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നു. അതാണ് സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. സോ ഫസ്റ്റ് വൺ ആണ് ഐഡന്റിഫൈ ദ ഡിസിഷൻ, gathering information, identify alternatives, weighing the evidence, choosing among alternatives, taking action and reviewing your decision. അടുത്തതാണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ബാരിയേഴ്സ്. ഫസ്റ്റ് ബാരിയർ ആണ് സബ്ജക്റ്റീവ് ബയാസ്. സബ്ജക്റ്റീവ് ബയാസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ പേഴ്സണൽ ഫീലിങ്സോ അല്ലെങ്കിൽ ഇമോഷൻസോ പ്രിഫറൻസസോ ഒക്കെ കാരണം അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ നമ്മളുടെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനാണ് സബ്ജക്റ്റീവ് ബയാസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ലോജിക്കലി അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടായിരിക്കില്ല ചിന്തിക്കുന്നത്. നമ്മളുടെ പ്രിഫറൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻ ആയിരിക്കും നമ്മളുടെ ഡിസിഷനെ ഗൈഡ് ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആണ്, നമ്മളിപ്പോൾ ഒരു ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഡോക്ടറിനെ കാണുന്നതിന് പകരം അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടറിനെ നമ്മൾ കുറെ കൂടി പ്രിഫർ ചെയ്യുന്നത്. അതാണ് സബ്ജക്റ്റീവ് ബയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സബ്ജക്റ്റീവ് ബയാസ് ഓവർകം ചെയ്യാൻ എന്തൊക്കെ നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം. അതായത് ഗിവ് ടൈം ടു അവർ ബ്രെയിൻ ടു ഷിഫ്റ്റ് ഫ്രം ഇമോഷണൽ തിങ്കിങ് ടു ലോജിക്കൽ തിങ്കിങ്. ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാൻ നോക്കാം. അടുത്തതാണ് കുറെ കൂടി ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കണം. അതായത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ റിലേ ചെയ്യാതെ അല്ലെങ്കിൽ ലിമിറ്റഡ് ഡേറ്റയിൽ റിലേ ചെയ്യാതെ പറ്റുന്നത്ര ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് അതെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കാം. തേർഡ് വൺ ആണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ പറ്റുന്ന കേസസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാൻ പറ്റുന്ന ഡിസിഷൻസ് ആണെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ നോക്കാം. വേറൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ പേഴ്സണൽ ബയാസ് ഒക്കെ ബ്രേക്ക് ചെയ്തേക്കാം. ലാസ്റ്റ് വൺ ആണ് നമ്മൾ നമ്മളുടെ ട്രിഗേഴ്സിനെ പറ്റി തന്നെ അവെയർ ആയിരിക്കണം. അതായത് നമ്മൾ എവിടെ നമ്മുടെ ഇമോഷൻസ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് എവിടെയൊക്കെ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക, അങ്ങനത്തെ ഒരു അവെയർനെസ് നമുക്ക് വേണം. ഇതാണ് സബ്ജക്റ്റീവ് ബയാസ് ഓവർകം ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സ്. അടുത്ത ബാരിയർ ആണ് ഓവർ കോൺഫിഡൻസ്. അതായത് നമ്മൾ നമ്മളുടെ തന്നെ ഒരു കഴിവിൽ അമിതമായി വിശ്വസിക്കുന്നത്. അതായത് ബിലീവിംഗ് ദാറ്റ് വി ആർ ബെറ്റർ അറ്റ് മേക്കിംഗ് അവർ ഓൺ ഡിസിഷൻസ് എന്നൊരു വിശ്വാസം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഇച്ചിരി പോലും പഠിക്കാതെ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാതെ ഇറ്റ് വിൽ ബി വെരി ഈസി എന്നൊരു ആറ്റിറ്റ്യൂഡിൽ എക്സാം ഹാളിലോട്ട് കയറി ചെല്ലും. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് കുറച്ചും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിരുന്നെങ്കിൽ എനിക്കിത് ബെറ്റർ ആയിട്ടൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയേനെ എന്ന്. അതാണ് ഓവർ കോൺഫിഡൻസ്. തേർഡ് വൺ ആണ് ബൗണ്ടഡ് റാഷണാലിറ്റി. അതായത് വളരെ ലിമിറ്റഡ് ഇൻഫർമേഷൻസ് കൊണ്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് അന്വേഷിച്ച് പോവാനും നിൽക്കില്ല, അതിനെപ്പറ്റി നമ്മൾ അത്രയ്ക്ക് കെയറും ചെയ്യില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊണ്ട് നമ്മൾ ഒരു ഡിസിഷൻ ഇമ്പൾസീവ് ആയിട്ട് എടുക്കുന്നതിനാണ് ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷന്റെ ഔട്ട്കം തെറ്റായി പോയേക്കാം.
അടുത്തതാണ് ഫിയർ ഓഫ് ഫെയിലിയർ. അതായത് നെഗറ്റീവ് ഔട്ട്കംസ് വരുമോ എന്ന് ഭയന്നിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കാൻ മാക്സിമം ലാഗ് ആക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നത്. അതാണ് ഫിയർ ഓഫ് ഫെയിലിയർ. അടുത്തതാണ് ഡിസിഷൻ ഫറ്റീഗ്. അതായത് നമ്മള് ഫ്രം രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ ഡിസിഷൻസ് എടുത്തെടുത്ത് ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുക്കാൻ വരുന്ന ഒരു ടൈമിൽ, അല്ലെങ്കിൽ വേറൊരു ഡിസിഷൻ എടുക്കാൻ വരുന്ന ഒരു ടൈമിൽ നമ്മൾ തളർന്നു പോകുന്നത്, അതായത് നമുക്കൊരു ഡിസിഷൻ ഇനി എടുക്കാൻ ഉള്ള ഒരു കേപ്പബിലിറ്റി നഷ്ടമായി പോകുന്നതിനാണ് ഡിസിഷൻ ഫറ്റീഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഇമ്പൾസീവ് ആയിട്ട് എടുത്തു ചാടി നമ്മളൊരു ഡെസിഷൻ എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഡെസിഷൻ എടുക്കുന്ന ആ ഒരു സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ലാസ്റ്റ് വൺ ആണ് പെർഫെക്ഷനിസം. അതായത് നമ്മളുടെ ഔട്ട്കം പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ദി ബെസ്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ച് ഡിസിഷൻ മേക്കിങ്ങിന് ഓൾ ടുഗെദർ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാതിരിക്കുക. ഇതിന് ആക്ച്വലി ഒരു എക്സാമ്പിൾ ആണ്, നമ്മളൊരു ജോബ് ഹണ്ട് ചെയ്യുമ്പോൾ ഒരു ബെസ്റ്റ് ജോബ് നമ്മൾ വേണം, അല്ലെങ്കിൽ നമുക്ക് എന്തുപോലത്തെ ഒരു ജോബ് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. ആ ഒരു ജോബ് കിട്ടിയില്ലെങ്കിൽ ഒരു ജോബും ഏറ്റെടുക്കാതിരിക്കുക. ഇതിനാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ആണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് ആണ് സ്വാറ്റ് അനാലിസിസ്. ഈ സ്വാറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതിന്റെ S സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത്, W stands for weaknesses, O stands for opportunities, and T stands for threats. അതായത് നമ്മളെ തന്നെ സ്ട്രെങ്ത് മനസ്സിലാക്കണം. അതായത് വാട്ട് വി ആർ ഗുഡ് അറ്റ്, അതാണ് എസിൽ വരുന്നത്. വീക്ക്നെസ്സിൽ വരുന്നത് നമുക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്താം, അല്ലെങ്കിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, അതാണ് വീക്ക്നെസ്സിൽ വരുന്നത്. ഓയില് വരുന്നതാണ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ചാൻസസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു, അതാണ് ഓപ്പർച്യൂണിറ്റീസിൽ വരുന്നത്. ടീയില് വരുന്നതാണ് ത്രെറ്റ്സ്. അതായത് പ്രോബ്ലംസ് കോസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഈ 4 പോസിബിലിറ്റീസും കമ്പയർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ. അതാണ് സ്വാട്ട് അനാലിസിസിൽ പറയുന്നത്. സെക്കൻഡ് മെത്തേഡാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അതായത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഗുഡ് ആൻഡ് ബാഡ് കമ്പയർ ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഔട്ട്കത്തിലേക്ക് നോക്കുക. അതിനാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമാകുന്ന കാര്യങ്ങൾ, വാട്ട് യു വിൽ ലൂസ്. അതായത് നമ്മുടെ മണി, ടൈം, എഫേർട്ട്, ഇതൊക്കെയാണ് കോസ്റ്റിൽ വരുന്നത്. ബെനിഫിറ്റിൽ വരുന്നത് നമ്മൾ ഗെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, വാട്ട് വിൽ വി ഗെയിൻ. അതായത് നമ്മുടെ റിസൾട്ട്, അല്ലെങ്കിൽ കംഫർട്ട്, അഡ്വാൻറ്റേജസ്, ഇതൊക്കെയാണ് ബെനിഫിറ്റിൽ വരുന്നത്. അപ്പോ ഈ ബെനിഫിറ്റ് കോസ്റ്റിനെക്കാട്ടി ഗ്രേറ്റർ ആണെങ്കിൽ ഇറ്റ്സ് യൂഷ്വലി എ ഗുഡ് ചോയ്സ്. അല്ല, ഇപ്പൊ ബെനിഫിറ്റ് കോസ്റ്റിനെക്കാട്ടിലും താഴെ ആണെങ്കിൽ വി ഷുഡ് റീതിങ്ക് അവർ ഡിസിഷൻ എന്നാണ് പറയുന്നത്. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. സോ ഫസ്റ്റ് മെത്തേഡ് ആണ് സ്വാറ്റ് അനാലിസിസ്, സെക്കൻഡ് മെത്തേഡ് ആണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. അടുത്തതാണ് ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ടൈമിൽ എന്തൊക്കെ ചാലഞ്ചസ് വരാം. ചാലഞ്ചസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. സോ ഫസ്റ്റ് ചാലഞ്ച് ആണ് ടു മെനി ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് വളരെ കൺഫ്യൂസിങ് ആയിരിക്കും, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് കുറെ കൂടി ഡിഫിക്കൽട്ട് ആക്കും. സെക്കൻഡ് വൺ ആണ് നമ്മുടെ ഫിയർ, സ്ട്രെസ്, എക്സൈറ്റ്മെന്റ്, ഇങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ നമ്മുടെ ജഡ്ജ്മെന്റിനെ ക്ലൗഡ് ചെയ്യാം. അതായത് നമ്മൾ ഇമ്പൾസീവ് ആയിട്ട് ഇപ്പൊ നമ്മൾ വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ പലപ്പോഴും തെറ്റായി പോവാറുണ്ട്, അല്ലെങ്കിൽ വളരെ നമ്മൾ അമിതമായി ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ എടുക്കുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ തെറ്റായി പോവാറുണ്ട്. സോ അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ നമ്മുടെ ജഡ്ജ്മെന്റ്സിനെ ക്ലൗഡ് ചെയ്യാം, ഡിസിഷൻ മേക്കിങ്ങിനെ അത് എഫക്ട് ചെയ്യാം. അടുത്താണ് സബ്ജക്റ്റീവ് ബയാസ്, അതുപോലെ പേഴ്സണൽ ബയാസ്, പാസ്റ്റ് എക്സ്പീരിയൻസസ്, നമ്മുടെ പ്രിഫറൻസസ്, ഇതൊക്കെ നമ്മളെ റോങ് ചോയ്സിലേക്ക് പുഷ് ചെയ്യാം. പിന്നെ ടൈം പ്രഷർ കാരണം നമ്മൾ ക്വിക്ക് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വന്നാലും അതൊരു ലെസ് തോട്ട്ഫുൾ ഡിസിഷൻസ്, അല്ലെങ്കിൽ റോങ് ഡിസിഷൻസ് ആയി പോവാം. സോ അതാണ് ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. താങ്ക് യു.